നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ. ഡോക്ടർ ബി കെ ഫെർട്ടിലിറ്റി ക്ലിനിക് തൃശൂർ ചേറ്റുപുഴയിലെ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആണ്. ഇന്ന് സാധാരണ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയത്തിനെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് എന്റെ കയ്യിലുള്ള ഓപ്ഷൻസ്? ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ IVF മാത്രമേ ഉള്ളോ, അതോ വരുന്നവർക്കൊക്കെ ഞാൻ IVF ആണ് ചെയ്യേണ്ടത്, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പ്രഗ്നൻസിക്ക് ആലോചിക്കേണ്ട 3 കാര്യങ്ങൾ എന്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ, ഇതില് ഗർഭാശയ വായിൽ വരുന്ന ബീജങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അണ്ടാശയത്തിൽ നിന്ന് വരുന്ന അണ്ടങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. അത് കൃത്യസമയത്തിനുള്ളിൽ എത്തുകയും വേണം. അതിനർത്ഥം അതിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് കറക്റ്റ് ആയിരിക്കണം. ബീജങ്ങൾക്ക് കടന്നു വരേണ്ട ഈ വഴി ക്ലിയർ ആയിരിക്കണം. പിന്നെ ഏറ്റവും വിലപ്പെട്ട കാര്യം, ഈ ഗർഭാശയത്തിനുള്ളിലത്തെ ലൈനിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ, ശരിക്കും പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മളുടെ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബീജം നല്ലൊരു അണ്ടത്തിനെ കണ്ടുമുട്ടിയിട്ട് നല്ലൊരു ഭ്രൂണം ഉണ്ടാക്കി ആ നല്ലൊരു ഭ്രൂണം ഗർഭാശയത്തിനുള്ളിൽ വന്നിരിക്കും. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ പ്രഗ്നൻസി സാധ്യത കുറയും. ചിലപ്പോൾ പിടിച്ച പ്രഗ്നൻസി വരേക്ക് പിടിക്കുന്നു. അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളെ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് പോകുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ചെയ്തു തരേണ്ട നിങ്ങളുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്, ഈ 3 പ്രോബ്ലംസിൽ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം എനിക്ക് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ ആദ്യം അത് ശരിയാക്കുകയാണ് എന്റെ ഏറ്റവും ഫസ്റ്റ് ട്രീറ്റ്മെന്റ്. അല്ലെങ്കിൽ ഏറ്റവും ട്രീറ്റ്മെന്റിന്റെ ഫസ്റ്റ് പടി, ആദ്യത്തെ പടി ഈ കാരണം മാറ്റേണ്ടി വരും. ആരോഗ്യമില്ലാത്തൊരു ബീജം വെച്ചിട്ട് ആരോഗ്യമില്ലാത്ത വൈപ്രോ പൊട്ടുന്ന ഒരു അണ്ടം ലൈനിങ് ആരോഗ്യമില്ലാത്ത ചെയ്താൽ സാധ്യത കുറയും. അത് ഏറ്റവും ചെറിയ സാധാരണ മരുന്ന് കൊടുത്തു തരുന്ന ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങേറ്റത്തെ IVF ആണെങ്കിലും അത് ഫെയിൽ ആവും. അപ്പൊ സക്സസ് റേറ്റ് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്സ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ശരിയാക്കിയിട്ട് നമ്മൾ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുമ്പോൾ ആദ്യത്തെ പടി തന്നെ IVF അല്ല. IVF എപ്പോഴും അവസാനത്തെ വഴിയായിട്ട് വെക്കാനേ നല്ലത്. ഇപ്പം ചില ഇൻഡിക്കേഷൻസ് ഉണ്ട്, ബീജങ്ങളെ ഇല്ല, 2 ട്യൂബ്സും ബ്ലോക്ക് ആണ്, അല്ലെങ്കിൽ സമയമില്ല, അങ്ങനത്തെ ഇഷ്യൂ വരുമ്പോൾ ചിലപ്പം IVF ഉണ്ടാവുള്ളൂ വഴി. പക്ഷെ ആദ്യത്തെ സ്റ്റെപ്പ് IVF ആവരുത്. പറ്റാവുന്ന ചെറിയ സ്റ്റെപ്സ് ഒക്കെ ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമ്മൾ മുകളിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അതിന് വെപ്രാളം പിടിച്ച് വേഗം ആവണം എന്ന് പറഞ്ഞ് വലിയ വലിയ പടിയിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ്, ഇപ്പൊ സാധാരണ ഒരു പ്രഗ്നൻസി ആവണമെങ്കിൽ എല്ലാ സ്റ്റെപ്പ് ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം മുന്നോട്ടുള്ള എന്താണ് പടികളെന്ന് മനസ്സിലാവും. എല്ലാ മാസവും ഈ അണ്ടം പൊട്ടിയിട്ട് ട്യൂബിനുള്ളിൽ കയറി വന്ന് ഇവിടെ ഇരിക്കും 24 മണിക്കൂർ. നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ബീജങ്ങൾ ഇവിടുന്ന് കയറി ഈ അണ്ടം വരെ എത്താൻ എടുക്കുന്ന അരമണിക്കൂർ. ഈ അരമണിക്കൂറിൽ ഇവിടെ എത്തിയ ബീജം 3 ദിവസം ജീവനിരിക്കും. ഈ 3 ഒന്നും തമ്മിൽ മാച്ച് ആയാൽ ഭ്രൂണമായി. ആ 3-4 ദിവസം കഴിയുമ്പോൾ ഭ്രൂണം വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് പ്രഗ്നൻസി. അപ്പൊ നമുക്ക് സാധ്യത കൂട്ടണമെങ്കിൽ ഈ അണ്ടങ്ങൾ ഒരെണ്ണം പൊട്ടേണ്ട പകരം വേണമെങ്കിൽ കൂടുതൽ അണ്ടങ്ങൾ വരുത്താം. ഓവുലേഷൻ ഇൻഡക്ഷൻ എന്ന് പറയും. ഈ ഓവുലേഷൻ ഇൻഡക്ഷൻസ് നമ്മൾ ടാബ്ലറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും. ടാബ്ലറ്റ് വെച്ച് ചെയ്യുമ്പോൾ സാധാരണ ഒരു അണ്ടം പൊട്ടേണ്ട പകരം 2-3 അണ്ടങ്ങൾ വരും. അതുമാത്രമല്ല, എത്ര പേർക്ക് അണ്ടം പൊട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ചിലപ്പോൾ ഈ ചെറിയൊരു ടാബ്ലറ്റ് വെച്ച് നമുക്ക് ശരിയാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അണ്ടം കൃത്യസമയത്ത് നമുക്ക് എത്ര മണിക്ക് പൊട്ടിയിരിക്കുന്നത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ പ്രഗ്നൻസി സാധ്യത തീർച്ചയായും കൂടുതലാണ്. ഒരു അണ്ടം പൊട്ടുമ്പോൾ കണ്ടുമുട്ടാൻ സാധ്യത ഒരു ബീജത്തിനാണ്. പക്ഷെ 3-4 അണ്ടം ഉണ്ടെങ്കിൽ സാധ്യത അത്രയും കൂടിയില്ലേ. അപ്പൊ ഒരെണ്ണത്തിനെ കണ്ടുമുട്ടിയ ചീത്ത ഭ്രൂണമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ 2-3 എണ്ണം ഉണ്ടാവുമ്പോൾ തീർച്ചയായും സാധ്യത കൂടും. അടുത്ത പടി, ഈ അണ്ടം പൊട്ടി ഇതിനുള്ളിൽ ഇരിക്കുന്നത് ഒരെണ്ണം 2 പകരം നമുക്ക് വേണമെങ്കിൽ ചില ഹോർമോൺ ഇഞ്ചക്ഷൻസ് ആയിട്ട്, അതും ഓവുലേഷൻ ഇൻഡക്ഷൻ തന്നെയാണ്, ഇൻഡക്ഷൻ ആയിട്ട് കൊടുത്ത് ഈ അണ്ടങ്ങൾ കൂടുതൽ വരുത്തിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് ഇതിൽ ഈ 2 സൈഡിലും വന്ന് ഇരുത്തി കഴിഞ്ഞാൽ ഈ ബീജം കൂടുതൽ അണ്ടങ്ങളെ കണ്ടുമുട്ടും. അപ്പൊ തീർച്ചയായിട്ടും പ്രഗ്നൻസി സാധ്യത കൂടും. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവുന്നുള്ളൂ, കൂടുതൽ അണ്ടങ്ങളുണ്ട്, കൂടുതൽ ബീജങ്ങളുണ്ട്. അപ്പൊ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒന്നിനെക്കാട്ടിലും കൂടുതൽ പ്രഗ്നൻസിക്ക് പിടിക്കാനുള്ള സാധ്യതയും കുറച്ച് കൂടും. അടുത്ത പടിയാണ് IUI. ഇത് ശരിക്കും കണ്ടുപിടിച്ചിരിക്കുന്ന ആണുങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇതില് അണ്ടങ്ങളുടെ, ഞാൻ IUIയുടെ ഡീറ്റെയിൽസ് വേറെ വീഡിയോയിൽ തരുന്നുണ്ടാവും. ഈ അണ്ടങ്ങൾ പൊട്ടിച്ച് ഇരുത്തുന്ന ആ സമയം എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ദിവസം ആ സമയത്ത് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട പകരം ഹസ്ബൻഡിന്റെ സാമ്പിൾ എടുത്തിട്ട് അതിലെ നല്ല അനക്കം ആരോഗ്യം ഉള്ള ബീജങ്ങളെ മാത്രം അരിച്ചെടുത്തിട്ട് അതിനെ നേരെ ഗർഭാശയത്തിനുള്ളിലേക്ക് വെച്ചാൽ ഇവിടുന്ന് ബീജങ്ങൾക്ക് ഇവിടെ എത്താൻ സാധ്യത 4 ഇരട്ടി കൂടും. അപ്പൊ 10% നോമിനേറ്റ് പ്രഗ്നൻസി കിട്ടാൻ സാധ്യത വെച്ചാൽ ഇതില് 25%. തീർച്ചയായിട്ടും സാധ്യത പ്രഗ്നൻസിക്ക് കൂടും. അവസാനത്തെ പടിയാണ് IVF അല്ലെങ്കിൽ ICSI. ഈ ബീജങ്ങൾക്ക് തന്നെ ഇവിടെ എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ വേറെ പ്രശ്നങ്ങൾ, അതിന്റെ ഇൻഡിക്കേഷൻസ് ഞാൻ വേറൊരു വീഡിയോയിൽ ICSIയിൽ ഇടുന്നുണ്ടാവും. ഈ അണ്ടങ്ങളെ ബീജങ്ങളെ കണ്ടുമുട്ടിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ.
അപ്പൊ ഈ അണ്ടത്തിനെ ഒരു കൂടുതൽ സംഖ്യ ഒരു 10, 15 അല്ലെങ്കിൽ 20 അണ്ടങ്ങളാക്കിയിട്ട് ഇഞ്ചക്ഷൻ തന്നിട്ട് കൂടുതലാക്കിയിട്ട് ഈ അണ്ടത്തിനെ നേരെ യോനി വഴി താഴെ സ്കാൻ സഹായത്തോട് ഫുൾ മയക്കിയിട്ടാണ് ചെയ്യുക. പുറത്തേക്ക് നമ്മളെ കയ്യിലേക്ക് വലിച്ചെടുത്ത് ഈ ഓരോരോ അണ്ടത്തിനുള്ളിലേക്ക് ഓരോരോ ബീജത്തിനെ എടുത്ത് കുത്തി വെച്ചിട്ട് അതിനെ ഭ്രൂണമാക്കി ആ ഭ്രൂണത്തിനെ നേരെ ഗർഭാറിന്റെ ഉള്ളിലേക്ക് വെക്കുന്നതാണ് ഇക്സി അല്ലെങ്കിൽ IVF. ഈ പ്രൊസീജിയറിൽ തീർച്ചയായിട്ടും നമുക്ക് അണ്ടത്തിനെയും ബീജത്തിനെയും നേരിട്ട് കണ്ട് നല്ല ആരോഗ്യമുള്ള അണ്ടത്തിനെയും നല്ല ആരോഗ്യമുള്ള ബീജത്തിനെയും നമ്മളുടെ കൈ കൊണ്ട് അത് രണ്ടിനെയും ചേർത്ത് കുട്ടിയായിട്ട് ഉള്ളിലേക്ക് വെക്കണം. അപ്പൊ തീർച്ചയായിട്ടും പ്രഗ്നൻസി സാധ്യത ഒരു 50% കൂടുന്നു മാത്രമല്ല, അതിൽ നല്ല പ്രഗ്നൻസി സാധ്യതയും കുറച്ചുകൂടി കൂടും. അതിലും കൂടുതൽ ഭ്രൂണങ്ങളെ പിടിക്കാൻ സാധ്യത എന്താ വെച്ചാൽ ചിലപ്പോൾ നല്ല 2 ഭ്രൂണം പിടിച്ചു കഴിഞ്ഞാൽ ഇരട്ട കുട്ടികളും ചിലപ്പോൾ 3 കുട്ടികളൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനെക്കാട്ടിലും കൂടുതൽ പിടിക്കാൻ സാധ്യത കുറച്ച് കുറവാണ്. പൊതുവെ 1, 2, 3 ഭ്രൂണങ്ങൾ നമ്മൾ വെക്കാറുള്ളൂ ഒരൊറ്റടിക്ക്. ഇത് ഒരു പ്രാവശ്യത്തേക്ക് മാത്രമല്ല, ഒരു പ്രാവശ്യം ആയി നിങ്ങൾക്ക് കുട്ടിയായി, കുട്ടിക്ക് 4, 5 വയസ്സായി, നിങ്ങൾക്ക് അടുത്ത കുട്ടി വേണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ ഭ്രൂണം തണുപ്പിച്ച് പുറത്തിരിക്കുന്നുണ്ടാവും. ആ ഭ്രൂണത്തിനെ ഫ്രീസ് ചെയ്ത ഭ്രൂണത്തിനെ നമ്മൾ തോയത് പിന്നെ അടുത്തതിൽ വെക്കാം. അപ്പൊ രണ്ടാമത്തെ ഒരു കുട്ടിയായിട്ട് നമുക്ക് കിട്ടും കുറച്ചു കാലം കഴിയുമ്പോൾ. അങ്ങനെ പ്രഗ്നൻസിക്ക് വേണ്ട ഒരു പടി മാത്രമല്ല, കുറെ പടികളുണ്ട്. അതിൽ ഒന്നൊന്നായിട്ട് കയറി പോവാണ് ഏറ്റവും നല്ലത്. ആദ്യമേ ചാടി ഏറ്റവും വലിയ 50% സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് IVF-ലേക്ക് ചാടുന്നതിനെക്കാട്ടിലും ആദ്യത്തെ വഴികളൊക്കെ ശ്രമിച്ചിട്ട് അതിന് കിട്ടിയില്ലെങ്കിൽ മുകളിലേക്ക് പോകാന്നുള്ളൂ എന്റെ അഭിപ്രായം. ബാക്കി ഓരോരോ പേഷ്യൻസ് ആയിട്ട് വ്യത്യാസം ഉണ്ടാവും, അതനുസരിച്ച് നമുക്ക് തീരുമാനിക്കേണ്ടി വരും. ഇനിയും സംശയങ്ങൾക്ക് നമ്മളുടെ ഈ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ഉത്തരം തരാം. അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. താങ്ക് യു.